അപ്പോൾ iOS 26.4 ബീറ്റ 2 റിലീസ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ കാണുന്ന പോലെ 11.98 GB ആണ് അതിൻ്റെ സൈസ് വരുന്നത്. ഓക്കെ, സോ ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളത് നമുക്ക് നോക്കാം. സോ iOS 26.4 ബീറ്റ 2 ആക്ച്വലി രണ്ട് മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ കോമഡികളുണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. ആദ്യം ഇതിലൊരു വിഷ്വൽ ചേഞ്ചസ് എന്നാണ് നമുക്ക് നോക്കാം. സോ വിഷ്വൽ ചേഞ്ചസ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആപ്സ് ഒക്കെ പ്രസ് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ കണ്ടില്ലേ ഒരു ടാബ് ഓപ്പൺ ചെയ്തിട്ടില്ലേ, അത് കുറച്ചുകൂടെ ലിക്വിഡ് ഗ്ലാസി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ലിക്വിഡ് ഗ്ലാസ് സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അതൊന്ന്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ബ്ലൂടൂത്ത് അല്ലെങ്കിൽ വൈഫൈ ഇതൊക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് വരുന്നുണ്ട്. കുറച്ചുകൂടി ലിക്വിഡ് ഗ്ലാസി ആയിട്ടുണ്ട്. ഇതിൽ കാണുന്നുണ്ടോ അറിയില്ല, ബട്ട് എനിവേസ് അവിടെ ചേഞ്ച് ഉണ്ട്. പക്ഷെ ഇതിലെ രണ്ട് കോമഡി ഞാൻ പറഞ്ഞുതരാം. ഇതാ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ, ഇത് ഇമോജീസ് ആണ്. അതായത് iOS 26.4 3-4 പുതിയ ഇമോജീസ് ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കാണാൻ പറ്റില്ല. അതായത് ഈ ക്വസ്റ്റ്യൻ മാർക്സ് ഒക്കെ ഇമേജ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇമോജി എന്തെന്ന് കാണാൻ പറ്റും, പക്ഷേ ഫോണിൽ റെൻഡർ ആവില്ല. ഇതിൽ വേറൊരു കോമഡി എന്താ വെച്ചാൽ ഈ ഇമോജീസ് നമ്മളിപ്പോൾ വാട്സപ്പിലോ അല്ലാണ്ട് എങ്ങനെ ടെക്സ്റ്റ് ആയിട്ടോ വേറൊരു ആൻഡ്രോയിഡ് ഫോണിലേക്ക് സെൻഡ് ചെയ്യുവാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൽ ഈ ഇമോജി എന്നത് കാണാൻ പറ്റും, പക്ഷേ ഐഫോൺസ് കാണാൻ പറ്റില്ല. അതൊരു ബഗ്ഗാണ്. ബീറ്റ ആകുമ്പോൾ ബഗ്സ് ഒക്കെ നോർമലാണ്. അടുത്ത കോമഡി കാണിച്ചു തരാം. ഇപ്പോൾ സെറ്റിങ്സിൽ ഇതാ ആക്സസിബിലിറ്റിയിൽ പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് റെഡ്യൂസ് ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും ആക്ച്വലി ഒരു മാറ്റവും ഇല്ല. അതായത് ഇത് വർക്കാവില്ല. അതായത് ഇവരെന്ത് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ടിൽട്ട് ചെയ്യല്ലോ ഫോൺ, അപ്പോൾ iOS 26 ഈ ആപ്പ് ഐക്കൺസിന്റെ അവിടെയൊക്കെ റിഫ്ലക്ഷൻസ് വരുമല്ലോ, അത് കുറച്ച് ബാറ്ററി ലൈഫ് സേവ് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് അവർ ഉദ്ദേശിച്ചത്. വേണ്ടവർക്ക് ടേൺ ഓഫ് ചെയ്യാനുള്ള നല്ലതാണ്, പക്ഷെ വർക്കാവില്ല. ഓക്കെ, എനിവേസ് അതൊക്കെയാണ് iOS 26.4 ബീറ്റ 2 ഫീച്ചേഴ്സും ബഗ്സും എല്ലാം. ബാറ്ററി ലൈഫും പെർഫോമൻസും ഒന്നും കുഴപ്പമില്ല. ബട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ബീറ്റ 1 ഉള്ളവരാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ബീറ്റ 2 കുറച്ചുകൂടെ സ്റ്റേബിൾ ആണ്. അല്ലാത്തവർ കുറച്ചുകൂടെ ബീറ്റ 3 RC ഒക്കെ വരുന്നവരെ വെയിറ്റ് ചെയ്യൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിക്കോസ് കണ്ടില്ലേ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോ എനിവേ നമ്മൾ ബീറ്റ 1 ബീറ്റ 2 കൂടെ കമ്പൈൻ ആയിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കൂടെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, subscribe and support us, and thanks for watching.